പേര് വിജേഷ് എന്നാണ്. ഇതെൻ്റെ വൈഫ് ശ്രുതി, ഇതെൻ്റെ മോൻ അദ്വിത്, ഇനി ഒരാളും കൂടി ഉണ്ട്, ആരവ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി വരുന്നത് കണ്ണംകുളങ്ങര, അതായത് കണ്ണംകുളങ്ങര അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് സിദ്ധി പ്രണവം എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റാണ്. അതിൽ 6th ഫ്ലോറിലാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. നമ്മൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻറ്റീരിയർ അത്യാവശ്യം ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇൻറ്റീരിയേഴ്സിനെ അന്വേഷിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം ഒരു ഫ്ലാറ്റിൽ ചെന്നപ്പോൾ മഹേഷിൻ്റെ ചെയ്ത ഒരു വർക്ക് നമ്മൾ കാണുന്നത്. അതൊരു ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മഹേഷിലേക്ക് എത്തിയത്. മഹേഷിനോട് നമ്മൾ ഇതാദ്യം പറഞ്ഞത് നമുക്കിങ്ങനെ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടൊരു ഇൻറ്റീരിയർ വേണ്ട, നമ്മുടെ സ്പേസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു ഫ്ലാറ്റിലാകുമ്പോൾ കുറച്ച് അത്യാവശ്യം കബോർഡ്സും എല്ലാം കവർ ചെയ്ത് ഒരുപാട് കൺജസ്റ്റഡ് ആവാത്ത വിധത്തിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു മഹേഷിനോട് നമുക്ക് അതേ അറിയാറുണ്ടായിരുന്നുള്ളൂ, അത് പറഞ്ഞിരുന്നുള്ളൂ. മഹേഷ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അത്യാവശ്യം കണ്ട സ്പേസ് തോന്നുന്ന വിധത്തിൽ തന്നെ ഈ 3 BHK കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ റൂമിൻ്റെ ടൈൽസ് പോലും നമ്മളിങ്ങനെ ഓരോന്ന് പെർട്ടിക്കുലറായിട്ട് മഹേഷിൻ്റെ ഐഡിയാസും നമ്മുടെ ഐഡിയാസും കൂടി വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാ റൂമിൻ്റെയും ടൈൽസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ റൂമിനോട് മാച്ച് ചെയ്തിട്ട് മഹേഷിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു, എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മളും കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൺസേൺ ഈ പൂജാ യൂണിറ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു. നമുക്ക് ഒരുപാട് സ്പേസ് കളയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു മഹേഷിനോട് നമ്മൾ പറഞ്ഞിരുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് മഹേഷ് ചെയ്തിട്ടുമുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആണെങ്കിലും അത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനോട് എക്സാക്റ്റായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ കബോർഡിൻ്റെ ചില്ലാണ്, അതായത് അരിസ്റ്റോ. അതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ റൂമിൽ ഭയങ്കര ഇരുട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു മഹേഷിൻ്റെ ഐഡിയ ആണ്, അതെങ്ങനെ നമുക്കിത് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ അരിസ്റ്റോ എന്നുള്ള ഒരു തീമിലേക്ക് എത്തിയത്. നമ്മൾ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അടുത്തത് നമ്മൾ മഹേഷിനോട് പറഞ്ഞത്, നമുക്ക് ശരിക്കും ഡൈനിങ് ഏരിയ വന്നിരുന്നത് ഹാൾ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാളിൻ്റെ സ്പേസ് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കിച്ചണിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് വേറൊരു ഓപ്ഷൻ നമ്മൾ ചോദിച്ചിട്ട് മഹേഷാണ് പറഞ്ഞത് ഇതാ ഡൈനിങ്ങിനോട് ചേർത്ത് ഫുൾ ഓപ്പൺ കിച്ചൺ ആക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുപാട് സ്പേസ് നമുക്ക് അതുകൊണ്ട് കിട്ടി. ഓവറോൾ സ്പേസ് പോർട്ടിൻ്റെ വർക്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്ത് തരുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് വളരെ വിശ്വസിച്ച് നമുക്ക് സ്പേസ് പോർട്ടിൻ്റെ ടീമിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ചെയ്തിരിക്കുന്നതെല്ലാം വളരെ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.